ദൈവം മനുഷ്യന്റെ രൂപത്തിൽ അവളുടെ ഗർഭപാത്രത്തിൽ, അവളുടെ ഉദരത്തിൽ രൂപം കൊണ്ടു. അതിനുശേഷം പിന്നെ പരിശുദ്ധി അമ്മ അനുഭവിച്ച ദുഃഖങ്ങളും വേദനകളും ഒക്കെ എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. ഇന്ന് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ സ്ത്രീയും അനുഭവിക്കാൻ സാധ്യതയുള്ളത്, അനുഭവിച്ചതിന്റെ എക്സ്ട്രീം ലെവലിലാണ് പരിശുദ്ധി അമ്മ അനുഭവിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 56 വയസ്സുള്ള ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയുക, കരഞ്ഞുകൊണ്ട് പറയുക, ബ്രദറെ, ഞാന് എന്ന് കല്യാണം കഴിച്ച് ഈ വീടിന്റെ പടി ചവിട്ടിയോ അന്ന് തുടങ്ങിയ ദുരിതമാണ്. ആ സ്ത്രീക്ക് എത്ര പറഞ്ഞാലും തീരെയില്ല, അത്രമാത്രം സഹനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ സഹനത്തെ ഓർത്ത് വീർപ്പ് മുട്ടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, വിങ്ങുന്നുണ്ട്, തളർന്നു പോകുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ അനുഭവിച്ച സഹനം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. തന്റെ പൊന്നോമൽ പുത്രനെ കുരിശിൽ നിന്ന് ഇറക്കി ആ ശരീരം മുഴുവൻ അടികളേറ്റ്, ശരീരം മുഴുവൻ മുറിവുകളേറ്റ്, വികൃതമായ ആ പൊന്നോമന പുത്രന്റെ ശരീരം ആ മടിയിൽ കിടത്തുമ്പോൾ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുന്നതിന്റെ എത്രയോ 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 എക്സ്ട്രീം ലെവലിലായിരുന്നു പരിശുദ്ധ അമ്മ അനുഭവിച്ച വേദന. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ, ഭൂമിക്കും സ്വർഗത്തിനും മധ്യ സ്ഥാപിക്കപ്പെട്ട ഒരു ഏണിയാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാൻ, ഭൂമിയിലുള്ള മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഭൂമിക്കും സ്വർഗത്തിനും ഇത്രയും കൂട്ടി ഇണക്കുന്ന ഒരു ഏണി. പ്രിയപ്പെട്ടവരെ, ഹൗവ എന്ന് പറയുന്ന സ്ത്രീ പാപം ചെയ്ത് ദൈവത്തിന് മുമ്പിൽ അനുസരണക്കേട് കാണിച്ച് ഈ ഭൂമിയിലേക്ക് പാപത്തെ പ്രസവിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അനുസരണ നിമിത്തം അവൾ ജീവനെ പ്രസവിച്ചു, രക്ഷയെ പ്രസവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ജീവിതത്തില് ഏകദേശം എനിക്ക് ഒരു 2003 എന്ന് സംശയമുണ്ട്. ഞാൻ കരിസ്മാറ്റിക് നവീകരണാനുഭവത്തിൽ വന്നിട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതം, എന്റെ ജീവിതത്തിൽ ഉണ്ടായ ദൈവാനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ സംസാരിച്ച അനുഭവമായിരുന്നു. സംസാരിക്കാൻ തുടങ്ങിയ അനുഭവം. അത് ഒരു ദിവസമോ 2 ദിവസമല്ല, ഏറെ കാലം. പക്ഷെ അതിനു മുമ്പ് മറ്റൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടന്നു. ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും അതിനു മുമ്പ്, നവീകരണത്തിൽ വരുന്നതിന് മുമ്പ് പങ്കെടുക്കുകയല്ലാതിരുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ നവീകരണത്തിൽ വന്ന് ആ ഒരു കുറഞ്ഞ കാലം കഴിഞ്ഞപ്പോൾ സമ്പൂർണ്ണ ജപമാല ത്രൂ ഔട്ടായിട്ട് എല്ലാ ദിവസവും സമ്പൂർണ്ണ ജപമാല ചെല്ലുന്ന ഒരു കൃപയിലേക്ക് പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധ അമ്മ എന്നെ വളർത്തി.